ഇനി ആലപ്പുഴയിലേക്കാണ് അശ്വിൻ പാലാഴി അവിടെ തത്സമയം ചേരുന്നു. അശ്വിൻ, എന്താണ് ആലപ്പുഴയിലെ സ്ഥിതി? നിലവിലെ പോളിംഗ് ശതമാനം എന്ത്? പ്രജിൻ, ഏറ്റവും ഒടുവിലെ കണക്ക് പുറത്തു വരുമ്പോൾ 72.85% ഏറ്റവും ഒടുവിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 5%-ലധികം കുറവാണ്. കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 77.03% പോളിംഗ് ശതമാനമെങ്കിൽ ഇപ്പോൾ അത് 72.85 കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ന് ഉച്ചവരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ ആലപ്പുഴയിൽ പൊതുവെ മുൻവർഷത്തേക്കാൾ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലെ കണക്ക് വരുമ്പോഴാണ് അത് കുറവ്, കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ 6 മണിക്ക് ശേഷം പലയിടത്തും ഈ വോട്ടിംഗ് കഴിഞ്ഞെങ്കിലും 6 മണിക്ക് ശേഷം സമയം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കായംകുളം, പത്തിയൂർ മേഖലകളിൽ പല സ്കൂളുകളിലും ഇപ്പോഴും പല ബൂത്തുകളിലും ഇപ്പോഴും ആളുകളുടെ നീണ്ട നിര ഇപ്പോഴും ഉണ്ട്. MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അവർക്ക് ടോക്കൺ നൽകി വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര നേരം മുന്നോട്ട് പോകുമെന്നറിയില്ല. രാവിലെ മുതൽ തന്നെ ആ ബൂത്തുകളിൽ മന്ദഗതിയിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തിയെന്നുള്ള പരാതി ഉണ്ടായിരുന്നു. പക്ഷേ മെഷീൻ തകരാറോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. ആലപ്പുഴ നഗരത്തിലേക്ക് വന്നാൽ മണ്ണഞ്ചേരിയിൽ ഇന്ന് ഒരു നാടകീയ സംഭവം ഉണ്ടായി. അവിടെ മണ്ണഞ്ചേരി വാർഡ് ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷനിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പേര്, BSP സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് 3 മണിയോടുകൂടി BSPയുടെ പരാതി വരുന്നു. ആ പരാതിയെ തുടർന്ന് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ അവിടെ എത്തി നടത്തിയ പരിശോധനയിലെ പരാതി വസ്തുതയാണ് എന്ന് കണ്ടെത്തുകയും പിന്നീട് അവിടെ റീപോളിങ്ങിനുള്ള സാഹചര്യമുണ്ട് എന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ 11-ാം തീയതി നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അവിടെ റീപോളിംഗ് നടക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത്. ചിഹ്നമടക്കമുള്ള ഒരു രേഖകളും ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ ബാലറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പരാതി. അതടക്കം ചില നാടകീയ രംഗങ്ങൾ കൂടി ആലപ്പുഴയിൽ അരങ്ങേറിയിരുന്നു. എന്തായാലും അവസാനത്തെ കണക്ക് വരുമ്പോൾ 72.85% ആലപ്പുഴ ജില്ലയിലെ ആകെ പോളിംഗ്. റിജിത്ത്. ആലപ്പുഴയിൽ നിന്നും അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.